എൻ്റെ എല്ലാ ക്രാഫ്റ്റിലും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടൂളാണ് ടൂത്ത് പിക്സ്. പക്ഷേ ഈയിടെയായിട്ട് എൻ്റെ ഇന്ന് ടൂത്ത് പിക്ക് എല്ലാം മിസ്സായി പോകുന്നുണ്ട്. കാരണം യൂസ് ചെയ്തതിന് ശേഷം അവിടെ എവിടെയെങ്കിലും എടുത്തിടും. കളഞ്ഞു പോയതിനെ തിരഞ്ഞ് കണ്ടുപിടിക്കാനുള്ള മടിയുണ്ട്. ഞാൻ വീണ്ടും പുതിയതൊന്നെടുക്കും. അങ്ങനെ ഇത്രയുമായി. ഇവന്മാരെല്ലാം വീണ്ടും മിസ്സായി പോവാതിരിക്കാനായിട്ട് ഞാൻ ഒഴിഞ്ഞ ഒരു ആക്രിലിക് പെയിന്റിന്റെ ബോട്ടിൽ എല്ലാവരും ഇട്ട് വെച്ചു. ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ കുറച്ച് അഭംഗിയായി തോന്നിയതുകൊണ്ട് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ കുറച്ച് ഭംഗി കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഭംഗി കൂടിയില്ലേന്ന് നിങ്ങളാണ് പറയേണ്ടത്. എൻ്റെ കയ്യിൽ കുറച്ച് ജൂട്ടിൻ്റെ ത്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. ആ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ ഫുള്ളി കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ചൊരു എസ്തെറ്റിക് ലുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ യെല്ലോ കളർ ഫ്ലവർ ആ ബോട്ടിലെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ കോഡ് പോൾസ്ലിംഗ് ക്ലേയിലോട്ട് യെല്ലോ കളർ ആക്രിലിക് പെയിന്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഫ്ലവർ ഞാൻ സെറ്റ് ആക്കിയത്. വേറൊരു ക്രാഫ്റ്റിന്റെ വീഡിയോ എടുത്തതിന് ശേഷമാണ് ഈ ഫ്ലവറിന് വേണ്ടി ഞാൻ ക്ലേ മിക്സ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറെ കളേഴ്സ് എന്റെ കയ്യിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ യെല്ലോ കളർ മിക്സ് ചെയ്ത സമയത്ത് എന്റെ കയ്യിലുള്ള കളേഴ്സും കൂടി ആ ക്ലേയിലോട്ടായി. അതുകൊണ്ട് കുറച്ചും കൂടി ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ യെല്ലോ കളർ പെയിന്റ് ഫ്ലവേഴ്സിന്റെ പെറ്റൽസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടൂത്ത് പിക്കിന് പകരമായിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഉള്ളിൽ വെച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കുട്ടി സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.